ഹായ് ZDTH ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ദ റിയൽ കേരള സ്റ്റോറി JK നായരുടെ സംവിധാനം. സന്തോഷ് കീഴാറ്റൂർ, ശ്രീധന്യ എന്നിവർ അഭിനയിക്കുന്നു. കൂടാതെ ഖുഷ്ബുവും ശ്രീജിത്ത് ബാബു അല്ല സിദ്ധാർത്ഥ് ബാബു. ഖുഷ്ബു പഴയ ഖുഷ്ബു അല്ല, ഇതൊരു പുതിയ ചെറുപ്പക്കാരി ഖുഷ്ബുവാണ്. ബുക്ക് മൈ ഷോയിൽ പോലും പഴയ ഖുഷ്ബുവിൻ്റെ ഫോട്ടോ വെച്ചിരുന്നത്. ഞാൻ വിചാരിച്ച് പഴയ ഖുഷ്ബുവാണ്, തമിഴ്നടി ഖുഷ്ബുവാണ്. പക്ഷേ ആ തമിഴ്നടി ഖുഷ്ബു അല്ല, ഇത് പുതിയ ഖുഷ്ബു. അപ്പോൾ ഖുഷ്ബുവും സന്തോഷ് കീഴാറ്റൂറും ശ്രീധന്യയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഈ സിനിമയിലെ മെയിൻ ഐറ്റം. ആദ്യം തന്നെ സന്തോഷ് കീഴാറ്റൂർ ആദ്യം ശ്രീധന്യ വന്നിട്ട് ഒരു മൊണലോഗ് അവതരിപ്പിച്ചിട്ട് പോകും. അതായത് നിങ്ങൾ മലയാളികളൊന്നും ലഹരിക്കെതിരെ ഉള്ളൊരു ഉപദേശങ്ങൾ തന്നിട്ട് പോകും. ഇത് കണക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് സന്തോഷ് കീഴാറ്റൂർ വന്നിട്ട് ഒരു ഓറഞ്ച് ജാക്കറ്റൊക്കെ ഇട്ട് വന്നിട്ട് വീണ്ടും കുറച്ച് കുടുംബത്തിനെ പറ്റി കുറച്ച് ഉപദേശങ്ങളും ലഹരിയെ പറ്റി കുറച്ച് ഉപദേശങ്ങളും തന്നിട്ട് പോകും. ഇതൊരു സിനിമയുടെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ സിനിമയുടെ ഭാഗമാണോ അല്ലയോ എന്ന് ക്ലിയർ അല്ല. കാരണം ഒരു ക്യാരക്ടേഴ്സായിട്ടല്ല വരുന്നത്, ഇങ്ങനെ ഉപദേശിച്ചിട്ട് അങ്ങ് പോത്തേ ഉള്ളൂ. പിന്നെ വീണ്ടും സിനിമ തുടങ്ങുന്ന കണക്കാണ്. അങ്ങനെ രണ്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. തുടക്കവും ഈ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കവും. അങ്ങനെ പടത്തിൻ്റെ മെയിൻ സംഭവിച്ചത് ഇതാണ്: ലഹരി വിമുക്ത കേരളം എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് JK നായർ എഴുതി സംവിധാനം ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വലിയൊരു സ്പോയിലർ അലേർട്ടുണ്ട്. ഞാനിതിൻ്റെ കഥ ഏകദേശം നിങ്ങൾക്ക് വിവരിക്കാം. അതുകൊണ്ട് അത്രയും മനോഹരമായ കഥയോട് നിങ്ങൾ കേട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പടം കാണാൻ ആഗ്രഹിക്കുന്നവർ കാണാത്തവരും ഒക്കെ കണ്ടോളൂ. പിന്നെ ഒരുപാട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പം കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി കണ്ടേ അടങ്ങൂ എന്നുള്ള വെമ്പൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ റിവ്യൂവിന് കാണണമെന്നില്ല. അങ്ങനെ ഈ ഖുഷ്ബു, അതായത് പ്രിയയുടെ കൂട്ടുകാരാണ് വിവേക്. കൂട്ടുകാരനായിട്ടാണ് ആദ്യം കാണിക്കുന്നത്. കൂട്ടുകാരനാണോ ആങ്ങളെയാണോ ബെസ്റ്റിയാണോ എന്ന സംശയം തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടറാണ്. അവസാനം ഭർത്താവുന്നുണ്ട് എന്തായാലും. അപ്പോൾ പ്രിയയും വിവേകും ചെറുപ്പക്കാരാണ്. പ്രിയ ഇവരുടെ മകളാണ്, ഒരേ ഒരു മകളാണ്, ഒരേ ഒരു സന്താനം. അപ്പോൾ ഈ ഖുഷ്ബു ചെയ്ത കഥാപാത്രം ഖുഷ്ബു ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പ്രിയ എന്ന കഥാപാത്രം ആണ് മെയിൻ. ഈ തുടങ്ങുമ്പോഴേ കാണിക്കുന്നത് ഒരു വീഡിയോ ഗെയിം, മൊബൈൽ ഗെയിംസ് അഡിക്റ്റ് ആയിട്ടാണ് പ്രിയയെ ആദ്യം കാണിക്കുന്നത്. വളരെ കൊച്ചിലായിട്ട്. അങ്ങനെ അതിനുശേഷം ഈ കുട്ടി വളർന്നു വലുതാവുമ്പോൾ, വളർന്നു ഒരു ഓട്ടത്തിനിടയിലാണ് ഇങ്ങനെ ചെറിയ കാലുകൾ ഇങ്ങനെ ഓടുന്നു, പിന്നെ വലിയ കാലുകളാവുന്നു. അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ. അപ്പം അങ്ങനെ പ്രിയ വലുതായി അതിന് ശേഷവും അഡിക്ഷൻ പല രീതിയിലായി. പിന്നെ വീഡിയോ ഗെയിമിൽ നിന്ന് മാറി കൊച്ചിലെ തന്നെ സിഗരറ്റ് എടുത്തു. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ വേറെ എന്തൊക്കെയോ സിഗരറ്റിനെ വീണ്ടും വലിക്കുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ സിഗരറ്റിനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം ഒരു ഗേൾസ് ഗ്യാങ് എല്ലാം കൂടെ ചേർന്നിരുന്ന് സിഗരറ്റൊക്കെ വലിക്കുന്നു. അപ്പോൾ ഈ വിവേക് എന്ന് പറയുന്ന വളരെ ഡീസൻ്റായ ഒരു പയ്യനാണ്. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, സോ കോൾഡ് ഡീസൻ്റ്, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഇതിലൊന്നും സിഗരറ്റ് പോലും വലിക്കാത്തൊരു പാവം പയ്യനാണ് വിവേക്. പ്രിയ നിർബന്ധിക്കുന്ന, പക്ഷേ വിവേക് വലിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഈ വിവേകും ഈ പ്രിയയുടെ അച്ഛനും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആണുങ്ങളാണ്. അവർ കേരളത്തിലെ ആണുങ്ങളൊന്നും വലിക്കുന്നില്ല. ഈ പടത്തിലെ ആണുങ്ങളൊന്നും അങ്ങനെ വളരെ നല്ല ആൾക്കാരാണ്, പൊതുവെ നല്ല ആൾക്കാരാണ്. പെണ്ണുങ്ങൾ, അതായത് ഈ പ്രിയയുടെ ഗ്യാങ്ങും പിന്നെ പ്രിയയുടെ ഇതിലെല്ലാം കൂട്ടിക്കുന്ന പ്രിയയുടെ അമ്മയാണ്. അത് കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും, ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണ് ശ്രീധന്യയുടെ ക്യാരക്ടർ, പ്രിയയുടെ അമ്മ. അപ്പം അമ്മ കൂട്ടു നിൽക്കുന്നു, മകള് എല്ലാത്തിലും വലിക്കുന്നു, കുടിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം അച്ഛനും പിന്നെ ഈ ഭർത്താവാകാൻ പോകുന്ന ഈ കൂട്ടുകാരനും ഒക്കെ വളരെ ഡീസൻ്റ്, ആണുങ്ങളൊക്കെ വളരെ ഡീസൻ്റാണ്. അപ്പം അങ്ങനെയുള്ളൊരു കഥയാണ് തുടക്കം. അപ്പം ഇത് ഇപ്പോൾ സിഗരറ്റ് വലിച്ചൊരു സമയത്താണ് ഈ പെൺകുട്ടികളെല്ലാം സിഗരറ്റ് വലിച്ചൊരു സമയത്ത് ഫുൾ കുർത്തയൊക്കെ ഇട്ട്, സാബിൻ്റെ കുർത്തയൊക്കെ പോലുള്ള ഒരാൾ വരും. പിന്നീട് അയാളെ ദോസ്തെന്നും ജിഗ്രി ദോസ്തെന്നും പഠാൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ആണോ എന്തോ, അതായത് ഫുൾ നല്ലോണം മലയാളം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പഠാൻ. അപ്പോൾ അപ്പോൾ പഠാൻ വന്നിട്ടാണ് ഈ പെൺകുട്ടികളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയൊരു സാധനം കൊടുക്കും, എന്തോ ഒരു സാധനം കൊടുക്കും, എന്തോ അതൊന്നും പറയുന്നില്ല, അതിനകത്ത് പുതിയൊരു സാധനം കൊടുക്കും. അപ്പോൾ ഇത് വലിച്ചു നോക്കിയിട്ട് വീണ്ടും ഈ വലിക്കുന്നതിനിടയിൽ പെൺകുട്ടി പെട്ടെന്ന് ഹെവനിലാവുന്നു എന്നൊക്കെ പറയും. ഐ ആം ഇൻ ഹെവൻ എന്നൊക്കെ പറയും പ്രിയ. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, ഐ ആം ഇൻ ഹെവൻ എന്നൊക്കെ ഒരു
ഓർഗ്യാസം വരുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് ഐ ആം ഇൻ ഹെവൻ ഇടയ്ക്കിടയ്ക്ക് പറയും. പലപ്പോഴും ഈ സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പ്രിയയുടെ മെയിൻ ഡയലോഗായിട്ട് പറയാൻ പറ്റുന്നത്. അങ്ങനെ അതിനുശേഷം ഈ പഠാൻ ഇത് കൊടുത്ത് ജിഗരി ദോസ്ത് ജിഗരി ദോസ്ത് കൊടുത്തിട്ട് പോകും. പിന്നെ അവർ തമ്മിലൊരു ബന്ധം വരും. കസ്റ്റമർ ക്ലയൻറ്റ് അല്ലെ ക്ലയൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഒരു ബന്ധം വരും. അങ്ങനെ കഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഈ ഇതിൽ നിന്ന് അപ്ഗ്രഡേഷനാണ്, ഓരോന്നോരോ അപ്ഗ്രഡേഷനാണ്. ഇപ്പോൾ ഇന്ന സബ്സ്റ്റൻസ് വേറെ വേറെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പേരൊന്നും അവരെടുത്ത് പറയുന്നില്ല. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഉപ്പായിട്ടോ മൈദാമാവായിട്ടോ ഒക്കെ തോന്നും. ഇങ്ങനെ പല പല പാക്കറ്റ്സ് ആയിട്ട് വരും. അപ്പോൾ ഈ ഉപ്പെടുത്ത് എന്തൊക്കെ ക്രെഡിറ്റ് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്യും, അങ്ങനെ എന്തൊക്കെയാണ്. ഉപ്പിൻ്റെ പുറത്ത് ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യും, പിന്നെ വലിക്കുകയോ അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ഈ ഇത് കണക്ക് മൈദാമാവിൻ്റെ പാക്കറ്റുകൾ പല സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഈ പെണ്ണിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് പൈസ കൊടുത്ത് ഇത് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ പൈസ ഇല്ലെങ്കിൽ പല ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണുങ്ങൾ ചൂഷണം ചെയ്യാൻ നോക്കുന്ന ആണുങ്ങളിലേക്ക് ബോൾസിൽ ചവിട്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഈ മൈദാമാവ് അവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് അങ്ങനെയാണ്. അതൊരു ഹോട്ടൽ റൂമിൽ വെച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു 4-5 വട്ടം ഒരാളുടെ ബോൾസ് ചവിട്ടിയിട്ടാണ് അയാളുടെ നിന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ നിന്ന് ഇത് എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇതാണെങ്കിൽ വേറെ സന്ദർഭത്തിൽ ഈ ഭർത്താവാകാൻ പോകുന്ന ഈ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ വിവേകിനെ ഇതാണെങ്കിൽ ബോൾസിൽ ഇടിച്ചിട്ട് തലയൊക്കെ പൊട്ടിച്ചിട്ടാണ് വീണ്ടും ഈ മൈദാമാവിൻ്റെ പാക്കറ്റ് തേടി പോകുന്നതൊക്കെ. അങ്ങനെ കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താവുന്ന പോലൊക്കെ തോന്നി. അതായത് ഇത് കിട്ടാതെ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ വന്നിട്ട് ഒരു പത്ത് രീതിയിലൊക്കെ ആവും. അപ്പോൾ ഈ വീണ്ടും റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ കൊണ്ടുപോകാനൊക്കെ നോക്കും. റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ കൊണ്ടുപോകുന്നതിന് ഇടയ്ക്ക് ഈ കുത്തേക്കും. ആർക്കാണ്? നമ്മുടെ അച്ഛൻ. അങ്ങനെയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 1.25 മണിക്കൂർ ഇല്ല പടം, വളരെ ചെറിയ പടമാണ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാനുള്ളത് നഷ്ടമായി എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അതൊരു വളരെ ചെറിയൊരു പടമാണ്, 1.25 മണിക്കൂറേ ഉള്ളൂ പടം എന്നൊരു സങ്കടം ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടാവാം. അങ്ങനെ ഇടയ്ക്ക് പല സംഭവിക്കും കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ സംഭവം നടക്കുന്നു, ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട്. ഞാൻ അത്ര വിശദമായിട്ട് പറയുന്നില്ല, എന്നെങ്കിലും പറയാൻ ശ്രമിക്കാം. അങ്ങനെ ഇതിനിടയ്ക്ക് ഒരു ഡോക്ടർ വന്നിട്ട് ചികിത്സിച്ചൊക്കെ നോക്കും, ഡ്രഗ്സ് ഉണ്ടെന്നൊക്കെ പറയും. ഇടയ്ക്ക് ഈ പെൺകുട്ടി സ്വയം കുത്താനൊക്കെ നോക്കും. അപ്പോഴാണ് അപ്പോൾ ഈ പ്രിയയുടെ അച്ഛൻ ഇടയ്ക്ക് 1-2 വട്ടം ചുമയ്ക്കും, 1-2 വട്ടം ചുമയ്ക്കും. അപ്പോൾ പുള്ളിക്കെന്തോ വയ്യാത്ത ഒരാളാന്ന രീതിയിൽ കാണിക്കുന്ന പോലെ 2 ചുമയ്ക്കത്തുള്ളൂ. പിന്നെ വീണ്ടും ഇത് കണക്ക് എപ്പോഴും ഒരിക്കൽ അപ്പോൾ ഈ ഇടയ്ക്ക് കുത്തേക്കുമല്ലോ, ഈ അച്ഛന് കുത്തേക്കും ഈ മോളുടെ. അപ്പം മോൾക്കിടയിൽ ഗിറ്റി ഫീലിംഗ് വരും, പക്ഷെ വീണ്ടും ഇതിലോട്ടൊക്കെ പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പം അപ്പം അച്ഛന് കുത്തേക്കുന്ന സമയത്ത് ഡോക്ടർ വീണ്ടും ശ്രീധരൻ്റെ ക്യാരക്ടറിനെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ അച്ഛന്, അതായത് ഭർത്താവിന് ലുക്കീമിയാണെന്ന് പറയും. കുറേ നാളെ ഞാൻ സിനിമയിൽ ലുക്കീമിയ കേട്ടിട്ട് ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് വീണ്ടും കേട്ടു, ലുക്കീമിയ ഉള്ളൊരു ആളാണെന്ന് പറയും. അപ്പോൾ അവസാന സ്റ്റേജാന്നൊക്കെ പറയും. നമുക്ക് കാണുമ്പോൾ തോന്നുന്നില്ല പുള്ളി സിനിമയുടെ തുടക്കത്തിന് സമയത്തൊക്കെ എന്തോ 2 ചുമയ്ക്കുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നുള്ളൂ. പെട്ടെന്നാണ് സംഭവിച്ചെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറയും, ലോകത്ത് എവിടെ കൊണ്ടുപോയാലും ഇതൊക്കെ ചെയ്യാനുള്ളൂ എന്നുള്ള വളരെ യുണീക്കായിട്ടൊരു ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് വിടും. അപ്പം ഇപ്പം വീണ്ടും തകരും. മോളിങ്ങനെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ഇവരാണെങ്കിൽ എപ്പോഴും അടിയുന്നതാണ്. ഈ ഭാര്യയും ഭർത്താവും എപ്പോഴും അടിയും കൂടെയാണ്, അത് വേറെ കാര്യം. നല്ല ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് പറയും, ഈ രോഗം അറിയുന്ന സമയത്ത് പറയും, എപ്പോഴോ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പറയും. ഇവരുടെ ലവ് സോങ് ഒക്കെ ഉണ്ട്. അപ്പം അതിനുശേഷം പറയും, നിങ്ങളില്ലാതൊരു ജീവിതം, അങ്ങനെയും പറയുന്നുണ്ട് ഭാര്യ. അങ്ങനെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സ്നേഹം തോന്നുന്നുണ്ട് ഭർത്താവിനോട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ എപ്പോഴും ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ കൊണ്ടുപോകുമ്പം വേറെ ഡോക്ടർ പറയും, അതായത് ഇങ്ങനെ നോട്ട് ടു ബി ബോദർ, അങ്ങനെ പറയാം, നോട്ട് ടു ബി ബോദർ, ഫോർ സം ടൈം ഷീൽ ബി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും. ഫോർ സം ടൈം ഷീൽ ബി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അപ്പോൾ നമ്മൾ ഇതണക്ക് വേറൊരു ഷോട്ടിൽ കാണിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ, സിറ്റി ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തോ ആണ്, സിറ്റി ഹോസ്പിറ്റൽ എറണാകുളം. അപ്പോൾ അതിൽ കാണിക്കുമ്പോൾ വീണ്ടും ഒരു ബോർഡ് കാണിക്കും, ഇങ്ങനെ ഒരു ബോൺ സ്പെഷ്യലിസ്റ്റ്. ബോൺ എന്ന് പറഞ്ഞാൽ BORN, ബോൺ സ്പെഷ്യലിസ്റ്റ്. അപ്പം ഈ ജന്മന സ്പെഷ്യലൈസ് ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനത്തെ ഉള്ളൊരു വളരെ മികച്ച ഹോസ്പിറ്റലിലാണ് ഇവർ ചികിത്സിക്കുന്നത്. അപ്പോൾ അച്ഛനെയും മോളെ ഒരു സ്ഥലത്താണ് ചികിത്സിക്കുന്നതെന്ന് തോന്നുന്നു, അത് വ്യക്തമല്ല. കാരണം ഒരുപാട് സീൻസിൽ ഈ സീൻസിൻ്റെ ട്രാൻസിഷനൊക്കെ വളരെ മനോഹരമായതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല പലതും.
പിന്നെ വേറെ സന്ദർഭത്തിൽ ഈ റീഹാബിലിറ്റേഷൻ സെൻ്റർ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഒരു പുഴയുടെ അരികെയോ ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഷോട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ആ കുട്ടിയുടെ ഇതെല്ലാം മാറും, അഡിക്ഷനൊക്കെ മാറിയിട്ട് തിരിച്ചു പോയി അച്ഛൻ്റെ കാൽക്കലൊക്കെ വീണ് മാപ്പൊക്കെ അപേക്ഷിക്കും. വീണ്ടും നോട്ട് ദ പോയിന്റ്, ഈ അച്ഛനും ഈ വിവേകും ഒക്കെ അവിടെ ഡീസൻറ്റ് ആൾക്കാരാണ്. അമ്മയും ഗേൾസ് ഗ്യാങ്ങുമാണ് പ്രശ്നം. അതാണ് തോന്നുന്നു അവർ ഉദ്ദേശിച്ചത്. ദ റിയൽ കേരള സ്റ്റോറി അതാണെന്ന് തോന്നുന്നു. ജെ.കെ. നായർ ഉദ്ദേശിച്ച റിയൽ കേരള സ്റ്റോറി അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അപ്പോൾ കുറച്ച് കഴിയുമ്പം ഈ പെണ്ണിന് ഈ പഠാനെ ശ്രദ്ധിക്കണമല്ലോ. അതായത് പഠാനെ എന്തെങ്കിലും പാഠം പഠിപ്പിക്കണം, ഈ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഈ പഠാനെ പാഠം അതിൻ്റെ ഇടയ്ക്ക് ഇവർ കല്യാണം നടക്കും. ആരുടെ കല്യാണം? ഈ വിവേകിൻ്റെയും പ്രിയയുടെയും കല്യാണം നടക്കും. കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ തോന്നുന്നു, പക്ഷേ അവർ കെട്ടിച്ച് വിടും. പിന്നെ ഏതോ വീട്ടിലൊക്കെ അവർ കൊണ്ടാക്കും. ക്ലിയർ ആയില്ല അവർ ഇവരെങ്ങനെ ജീവിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അവർ വേറൊരു വീട്ടിൽ, വലിയൊരു വീട്ടിലൊക്കെ താമസിക്കുന്നതൊക്കെ. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഈ അച്ഛനമ്മയെ കാണാൻ പോയി. അച്ഛനമ്മ കുറേ ഉപദേശിക്കും. അച്ഛനമ്മയെ ഉപദേശിക്കാനുള്ള അർഹത എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷേ അച്ഛനമ്മയെ ഉപദേശിച്ചിട്ടൊക്കെയാണ്. അപ്പോഴ് ഈ മോള് പറയും, അതുവരെ പറയാത്ത മോള് പെട്ടെന്ന് പറയും, അമ്മ അച്ഛാ സൂക്ഷിച്ചൊക്കെ പോകണം, കാറിൽ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം അച്ഛനമ്മയെ എന്നൊക്കെ പറയും. അപ്പം എന്നിട്ട് അപ്പം അച്ഛൻ പറയും, മോളെ കൊച്ച് പപ്പടം കാച്ചി വെച്ചേക്ക് എന്നൊക്കെ പറയും. പപ്പടം കാച്ചി വെച്ചൊക്കെ ഇപ്പോൾ ഉടനെ കഞ്ഞി വന്ന് കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും അച്ഛനമ്മയും കൂടെ കാറിൽ കയറി, ഡ്രൈവറിനൊക്കെ വെച്ച് കാറിൽ കയറി അമ്പലത്തിൽ പോകും. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പം അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ വീണ്ടും സന്തോഷ് കീഴാറ്റൂരിൻ്റെ ക്യാരക്ടർ വീണ്ടും രണ്ട് ചുമ ചുമയ്ക്കും. അപ്പോഴും നമുക്ക് എന്തോ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തെ എന്തോ ക്ലൂ ആണ്. അപ്പോൾ വീണ്ടും അപ്പോൾ കുറച്ച് വെളിയിറങ്ങുമ്പോഴേക്കും പുള്ളിക്ക് ഒട്ടും വയ്യാതാവും. അപ്പം ഈ ശ്രീധരൻ്റെ ക്യാരക്ടർ അമ്മ മോളെ വിളിച്ച് പറയും, മോളെ ഹോസ്പിറ്റലിലോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ എന്നല്ല, ഹോസ്പിറ്റലിലോട്ട് വരൂ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയും. അച്ഛനൊട്ടും പോയി, അച്ഛൻ വീഴാൻ പോവാണ് ഏകദേശം. അപ്പോൾ ഭർത്താവ് അപ്പോൾ പറയും ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വരാമെന്ന് പറയും. ഇവർ റോഡ് ക്രോസ് ചെയ്യുമ്പം വേറൊരു വാഹനം വന്ന് ഇടിച്ച് ഇവർ രണ്ടുപേരും മരിക്കുന്നു. ലുക്കീമിയ വന്ന മനുഷ്യൻ ആക്സിഡൻറ്റ് വഴി മരിക്കുന്നു. അങ്ങനെ പ്രത്യേക ഒരു വിധിയാണ് ആ പുള്ളിക്കുണ്ടായത്. അപ്പം ആ ഭാര്യയും ഭർത്താവ് ഓൺ ദ സ്പോട്ട് മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽ, അത് സിറ്റി ഹോസ്പിറ്റൽ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ CT സ്കാൻ്റെ തൊട്ടടുത്ത് തന്നെ മോർച്ചറി. അപ്പോൾ സൗകര്യമാണല്ലോ, CT സ്കാൻ്റെ തൊട്ടടുത്ത് മോർച്ചറിയുടെ ബോർഡ്. അപ്പം വേറെ സൗകര്യമായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും, അങ്ങനെയല്ലോ ആയിരിക്കും. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയും ഹീസ് നോ മോർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീണ്ടും അങ്ങനെ അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമാവും, ആര് വിവേകും പ്രിയയും മാത്രമാവും. അപ്പോൾ വിവേകും പ്രിയയും അപ്പോൾ വീണ്ടും അപ്പോൾ പഠാനെ പാഠം പഠിപ്പിക്കണം. അപ്പോൾ ബൈക്കിൽ വരുന്ന വഴിക്ക് വീണ്ടും ഈ പഠാൻ ഇത് കണക്ക് മറ്റുള്ള കുട്ടികൾ, കോളേജ് കുട്ടികൾക്ക് ഈ മൈദാമാവ് ഉപ്പും ഒക്കെ ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് തകർക്കണം എന്ന് പറഞ്ഞിട്ട് ആരിറങ്ങും? പ്രിയ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവർ സംഘടനമാവും. അങ്ങനെ ഈ മൈദാമാവ് ഒഴിച്ച് കളയും വെള്ളത്തിലെങ്ങാണ്ട്, അങ്ങനെയൊക്കെ പിന്നെ സംഘടനമാവും. അപ്പോൾ കോളേജ് പിള്ളേരും കൂടെ ഇറങ്ങി വരും. ഇത്രയും നേരം ഇല്ലാത്ത കോളേജ് പിള്ളേരൊക്കെ പെട്ടെന്ന് ഇത് വടിയും കല്ലൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിട്ട് പഠാനെ ഓടിച്ച് വരുമ്പോൾ നമ്മുടെ പോലീസുകാർ വരും. നമ്മുടെ സിബി തോമസ് അല്ലേ പുള്ളിയുടെ വരും. 99 ദൃക്സാക്ഷിയിലൊക്കെ ഉള്ള പോലീസുകാരൻ. ആ പോലീസുകാരൻ തന്നെ ഈ പോലീസുകാരൻ. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഇത് കണക്ക് തന്നെ. അതായത് ഭയങ്കര സമയം എനിക്കൊന്നും അങ്ങനെയാ തോന്നി, ഈ ഉപ്പും ഇതൊക്കെ പിടിക്കുന്ന അങ്ങനെയാന്ന് തോന്നി. വീണ്ടും ഈ പോലീസുകാരൻ വന്നിട്ട് ഈ പഠാൻ്റെ ബോൾസിൽ ചവിട്ടും, മുട്ട് കുത്തി ഒറ്റ അടിയാണ്, മുട്ട് മടക്കി ഒറ്റ അടിയാണ് ബോൾസിൽ. അപ്പോൾ ഇയാൾ വീണ്ടും പോക്കറ്റിൽ നിന്ന് എടുത്ത് ഈ മൈദാമാവിൻ്റെ പാക്കറ്റ് എടുത്ത് കൊടുക്കും. അപ്പം ഇങ്ങനെയാ തോന്നി ഇതിൻ്റെ ഒരു രീതി. അങ്ങനെ ബോൾസിൽ ഇടിച്ചാൽ മൈദാമാവ് കിട്ടും, അങ്ങനെ തോന്നുന്നു. അതിൻ്റെ ഒരു രീതി അങ്ങനെയാന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. അങ്ങനെയാന്ന് തോന്നുന്നത്, സിനിമയിൽ കണ്ടിട്ട് അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ അപ്പോൾ വീണ്ടും ഈ പോലീസുകാർ വന്നിട്ട് കുറച്ച് ഉപദേശിച്ചിട്ടൊക്കെ പോകും. മൊത്തത്തിൽ ഈ ഓഡിയൻസിനെ എല്ലാവരെയും ഉപദേശിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അതിനുശേഷം എല്ലാം ശുഭമായിട്ട് അവസാനിക്കുന്നു. അങ്ങനെ അപ്പോൾ അതിനുശേഷം ഈ പ്രിയയും വിവേകം വന്നിട്ട് വീണ്ടും ഈ ക്യാരക്ടേഴ്സ് വന്നിട്ട് നമ്മുടെ സിനിമ തീരുന്നതിന് തൊട്ട് മുമ്പ്, ഞാൻ സിനിമ തീർന്നു, പക്ഷേ സിനിമ തീർന്നില്ല. സിനിമ തീരുന്നതിന് തൊട്ട് മുമ്പ് വന്നിട്ട് പറയും, ഒരു എക്സസൈസ് ഉണ്ട്, നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ട് പോകണമെന്ന് പറയും. നമ്മുടെ എല്ലാവരുടെ അടുത്ത് സിനിമയെ കാണുന്ന ഞങ്ങൾ ആ തിങ്ങി നിറഞ്ഞ ആ സിനിമ ഹാളിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഇങ്ങനെ എല്ലാവരും ഈ ഡാൻസ് എക്സസൈസ് ചെയ്യണമെന്ന്, എക്സസൈസ് ചെയ്തിട്ട് ഈ ഡാൻസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഈ ഡാൻസ് ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ, ഈ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ഉണ്ട്, സേ നോ ടു ഡ്രഗ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വീണ്ടും അത് എക്സസൈസ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഈ പടം അവസാനിക്കുന്നത്. ഇതിൽ ദ റിയൽ കേരള സ്റ്റോറി ജെ.കെ. നായർ ഉദ്ദേശിച്ചത്, ജെ.കെ. നായരോട് ചോദിക്കേണ്ടി വരും എന്താണെന്ന്. ശരിക്കും
എനിക്ക് ക്ലിയർ അല്ല. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അതിൽ ഏതാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ക്ലിയർ അല്ല. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ, വളരെ എല്ലാവരും കാണേണ്ട പടമായതുകൊണ്ട് ഞാനിത് റേറ്റിംഗ് ഇടുന്നില്ല. റേറ്റിംഗ് ഫ്രീ. താങ്ക്സ് ഫോർ വാച്ചിങ്.